ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിക്കും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഇന്നൊരു അടിപൊളി സംഭവം നടക്കാൻ പോവുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് ഇവിടെ HMCK എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ക്ലബ് കേരള എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ ഫ്രീഡം ഡ്രൈവ് എന്ന് പറയുന്നൊരു വാഹന കൂട്ടായ്മ നടക്കുകയാണ്. ഇവിടെ ഇന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളുടെ ഒരു വലിയൊരു സമ്മേളനം നടക്കാൻ പോകുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും, ഇപ്പോൾ ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലൊക്കെ അംബാസഡർ കാറുകളുടെ ഒരു വലിയ കൂട്ടായ്മ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ 2 കോണ്ടസ കാറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, കാർ പ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീഡം ഡ്രൈവിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഓരോ വാഹനങ്ങളുടെ കണ്ടുവരാം. അപ്പോൾ നമ്മളിതിനു മുൻപൊരു അംബാസഡർ കാറിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും റീച്ചും തന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അവസ്ഥ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് വാഹനത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ എവിടെ നോക്കിയാലും അംബാസഡർ കാറുകളുടെ ഒരു വലിയ കളക്ഷനാണ്. ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്ന 2 വാഹനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 2 കോണ്ടസയാണ്. അപ്പോൾ കോണ്ടസയുടെ വീഡിയോ കിട്ടും, നമുക്ക് നോക്കാം. രണ്ട് കോണ്ടസ കാറുകളാണ് നിൽക്കുന്നത്. ഈ ഷോയുടെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ് ഈ 2 കോണ്ടസ കാറുകൾ. ഒരു പാട്ട് വെച്ചുകൊണ്ട് കേൾക്കുമെന്ന് അറിയില്ല. കോണ്ടസ കാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് സിനിമകളിലെ വില്ലന്മാരുടെ വണ്ടിയായിട്ടും നായകന്മാരുടെ വണ്ടിയായിട്ടൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് ഫാൻ ബേസുള്ള വണ്ടിയാണ് കോണ്ടസ. അപ്പോൾ കോണ്ടസ കാറുകളെ കുറിച്ച് ഇഷ്ടംപോലെ ഡയലോഗുകളൊക്കെ നമുക്ക് സിനിമയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ വാഹനത്തിന് ഇത്രയധികം ഒരു എന്താ പറയുക, ഒരു ഹൈപ്പ് ഒരു സിനിമയെ കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളി റോഡ് പ്രസൻസ് ആണ്. അതായത് വാഹനം നമുക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ 2 ലാമ്പുകളും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ്. ഭയങ്കര വീതിയുള്ള, ഭയങ്കര ലെങ്ത് ഉള്ള ഒരു ബോണറ്റാണ് കോണ്ടസയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. നല്ല വീതിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീതിയുണ്ട് ഈ കോണ്ടസ കാറിൻ്റെ ഫ്രണ്ടിലെ ഈ ബോണറ്റിന്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് എല്ലാം ഉള്ളതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് കോണ്ടസ. അത് നമുക്ക് കാണുമ്പോഴും ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. നല്ല സ്ട്രോങ് ബോഡി ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള വണ്ടി തന്നെയാണ് കോണ്ടസ. പിന്നെ അതിൻ്റെ വീൽ കപ്പ്, ഈ വീൽ കപ്പ് ഭയങ്കര നല്ല അടിപൊളി വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ വീൽസ് ആണ്, അതിൽ ക്രോമിയത്തിൻ്റെ ഒരു വീൽ കപ്പും അതിൻ്റെ ഫ്രെയിമൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോണ്ടസ കാറുകളുടെയും മറ്റ് പഴയ അംബാസഡർ കാറിൻ്റെ ആണെങ്കിലും കോണ്ടസയിലാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ഈ ക്രോമിയം സ്റ്റൈലുള്ള ഒരു വീൽ കപ്പ് ഭയങ്കര ഒരു ഐഡന്റിറ്റിയാണ് വണ്ടികളുടെ. ബാക്കിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബമ്പർ വന്നിരിക്കുന്നു. പിന്നെ ടൈൽ ലാമ്പുകൾ വന്നിട്ടുണ്ട്, ഒരു പഴയ സ്റ്റൈൽ ടൈൽ ലാമ്പ്. ഇതുപോലെ ഇതിൻ്റെ ബൂട്ട് ഇതാണ്, ഡിക്കി ഇതാണ്. അതിൻ്റെ ലോക്ക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോണ്ടസ എന്ന് പറയുന്ന ആ ഐക്കോണിക് ബാഡ്ജിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ വന്നാൽ ഈ വാഹനത്തിൻ്റെ ബാഡ്ജിങ് ഉണ്ടോ, ഹിന്ദുസ്ഥാൻ എന്നുള്ള ഒരു ബാഡ്ജിങ്, അത് ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ആ ഒരു HM എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങിന് പകരം ഹിന്ദുസ്ഥാനിന് കൊടുത്ത തന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ദിവസം വളരെ കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ബാഡ്ജിങ്ങും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഈ ഒരു ദിവസത്തിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതുപോലെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി അറിയാം, അതിൻ്റെ സ്റ്റിയറിംഗ് വീല് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ബാഡ്ജിങ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ വാഹനത്തിൻ്റെ ഒരു വീൽ കപ്പുകളുണ്ട്. ഇതൊരു ഐക്കോണിക് ഒരു സംഭവമാണ് ഈ വീൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റൈലിലുള്ള വീൽ കപ്പുകളാണ് പൊതുവെ. ഇത് ഒറിജിനൽ ഏട്ടാ? അത് അപ്പോൾ എൻ്റെ കയ്യിലും മറ്റു വണ്ടികളെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് വളരെ കുറവാണ്. വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് അടിക്കണം ഉള്ളതല്ലാതെ വേറെ കാര്യത്തൊന്നും വരുന്നില്ല. മറ്റു വണ്ടികളൊക്കെ ഒരു ബാരിങ്ങിന് 3500 വീൽ ബാരിങ് മാറണമെന്നുണ്ടെങ്കിൽ ഇതൊരു 295 വീൽ ബാരിങ്ങിന് വെച്ചു.
HMCK ഫ്രീഡം ഡ്രൈവിന്റെ ഒരു വാഹന റാലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും ഫ്രണ്ടിൽ കോണ്ടസയാണ്, അതിന് തൊട്ട് പുറകെയായിട്ട് ഇതുപോലെ അംബാസഡർ കാറുകൾ ഇങ്ങനെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി റാലി നടക്കാൻ പോവാണ്. നമുക്ക് റാലിയുടെ കാഴ്ചകളിലേക്ക് പോവാം. വണ്ടി നല്ല ഉഷാറാണ്. പെയിന്റിങ് ആ പെയിന്റിംഗ് ആണ് പോയി കാണുന്നത്. യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അങ്ങനെ കാര്യങ്ങൾ നമ്മള് വളരെ നല്ല രീതിയിൽ നോക്കുന്നൊരു വണ്ടിയാണ്. പിന്നെ ഓട്ടങ്ങൾ കുറവാ വണ്ടിക്ക്. ഞാൻ നാട്ടിൽ വരുമ്പോൾ മാത്രമേ വണ്ടി ഓടുന്നുള്ളൂ. പിന്നെ 15 വർഷം മുമ്പ് വർക്ക് എടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഇപ്പൊ ഇതിനെ മോള് ചെയ്തിട്ടില്ല. ഞാൻ വരുമ്പോ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഓടിക്കും 1 മാസം. പിന്നെ വണ്ടി വീട്ടിൽ കയറി കിടക്കുകയാണ്. സർവീസും കാര്യങ്ങളെല്ലാം മെയിൻ്റെനൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വണ്ടി നോക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ നിന്ന് പോണത്. അസോസിയേഷൻ ഉള്ളതുകൊണ്ട് കുറെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അംബാസഡർ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു പേടി ഇതിന്റെ സ്പെയർ കിട്ടുമോ എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രൂപ്പ് കൊണ്ടുള്ള ഒരു മെച്ചം എന്നാണ് അതാണ്. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള യാത്രകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ലോങ് പോകാനുണ്ട്. ലോങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപ്പയാണ്. ഉപ്പ വാഹനം ഉപയോഗിക്കുന്നില്ലെങ്കിലും വാഹനത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് നല്ല രീതിയിൽ പരിപാലിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ഓടിക്കുന്നുണ്ട്, അത് പരിപാലിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. മോനും അത് ഈ പറഞ്ഞ പോലെ അവനും വണ്ടിയോട് ഒരു ഇഷ്ടം തന്നെയാണ്, ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു 3 തലമുറയായിട്ടാണ് ഈ വാഹനത്തെ അവർ സ്നേഹിച്ചു പോരുന്നത്. നമുക്ക് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ മറന്നു പോകാൻ കഴിയുന്നൊരു വാഹനം അല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലങ്ങളിലൊക്കെ നിറഞ്ഞൊരു വാഹനം തന്നെയാണ്. അപ്പോൾ പറ്റിപ്പറ്റിൽ സന്തോഷമുണ്ടാവും. താങ്ക് യു. അപ്പോൾ എല്ലാ വാഹനങ്ങളും റാലിക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അംബാസഡർ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത്രയും സ്ട്രോങ് ആയ അല്ലെങ്കിൽ ഇത്രയും ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു വാഹനം നമ്മുടെ ഈ കാലത്ത് പോലെ ഇറങ്ങുന്നുണ്ടോ എന്ന് സംശയമാണ്. അത്രയും നല്ല ക്വാളിറ്റിയിൽ ചിരിക്കുന്ന ഒരു വാഹനമാണ് അംബാസഡർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ ഈ ഡിക്കി നമ്മളൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി നല്ല വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ലീവ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിന് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇങ്ങനത്തെ ഒരു സെഡാൻ പോലത്തെ ഒരു വാഹനം നമ്മൾ ഒരു 5 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇത് വാഹനം 5 സീറ്റർ ആണല്ലോ. പക്ഷേ എങ്ങനെ പോയാലും ഈ വണ്ടിയിൽ ഒരു 8 പേരെങ്കിലും മിനിമം കൊള്ളുന്നൊരവസ്ഥയാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മാനാമത്തെ സ്പീക്കിംഗ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പുറത്ത് ഡോർ അടയ്ക്കുമ്പോൾ ഇവിടുന്ന് മാമുക്കോയി ചാടിപ്പോവും, അല്ലെങ്കിൽ മുകേഷ് ഇവിടുന്ന് കയറുമ്പോൾ ഇത്തിരി സ്ഥലം തരുന്നതിക്കില്ലേ, അതുപോലെ ഒരു ഇത്തിരി സ്ഥലം കിട്ടിയാൽ ഇഷ്ടം പോലെ ആൾക്കാരെ കുത്തിനിറച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയും കൂടിയാണ് അംബാസഡർ. അപ്പോൾ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഭയങ്കര എടുത്തു പറയേണ്ട സംഭവം. ഇപ്പോഴത്തെ പല വണ്ടികൾക്കും ഇതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ യാത്രാ സുഖമുണ്ട്. അതായത് കുറച്ച് കാലം മുൻപ് വരെ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ വാഹനം എന്ന് പറയുന്നത് അംബാസഡർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാരണം അതിൻ്റെ ആ ഒരു യാത്രാ സുഖം ഭയങ്കര നല്ല സുഖമാണ് യാത്ര ചെയ്യുന്നത്. അതായത് ആ സീറ്റിങ്ങിൻ്റെ രീതി, ഡോറിനോട് ചേർന്നിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല യാത്രാ സുഖമുള്ള വണ്ടി തന്നെയാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലീവ് സസ്പെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം റോഡിലെ ഗട്ടറും കുഴിയും ഒക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന വാഹനമാണ്. അപ്പോൾ ഈ കുറച്ച് പോയിന്റുകളാണ് ഈ വാഹനത്തിനെ കുറിച്ച് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ടൂറുകളും കല്യാണങ്ങളൊക്കെ പോയിട്ടുള്ള വണ്ടിയും കൂടിയാണ്. പിന്നെ ഈ ഒരു ശബ്ദം, ഈ വാഹനത്തിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, അപ്പോൾ എഞ്ചിൻ്റെ ശബ്ദമായാലും അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ സൗണ്ട് ആണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ആണെങ്കിലും ഇതിനൊരു ഐക്കോണിക് സൗണ്ടാണ്. അതായത് ഈ ശബ്ദം നമ്മൾ കണ്ണടച്ച് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ വണ്ടി ബ്രേക്ക് ഇടുന്ന സൗണ്ട് ആണെങ്കിലും പറഞ്ഞ എഞ്ചിൻ സൗണ്ട് ആണെങ്കിലും കണ്ണടച്ച് കേട്ടാൽ മതി, നമുക്കിത് അംബാസഡർ ആണെന്ന് മനസ്സിലാവും. അതുപോലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സൗണ്ടും കൂടെ ഈ വാഹനത്തിനുണ്ട്. അപ്പം നമ്മൾ അംബാസഡറിൻ്റെ സൗണ്ട് കേട്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ഒരു ഐക്കോണിക് സ്റ്റൈലാണ് ആ സൗണ്ട് ഇരുന്നത്. അതുപോലെ നമ്മുടെ കോണ്ടസയുടെ സൗണ്ട് കേട്ടുന്നത്. സൗണ്ട് കേട്ടോ.
ഇപ്പോഴൊക്കെയാണ് വാഹനങ്ങൾക്ക് ഇങ്ങനെ എഞ്ചിൻ്റെ ശബ്ദമൊക്കെ കുറച്ച് മാക്സിമം റിഫൈൻമെൻ്റ് എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങി. പക്ഷേ പണ്ടൊക്കെ വാഹനങ്ങൾക്ക് ഇത്രയും നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേക സുഖം തന്നെയാണ് സൗണ്ട് കേൾക്കാനൊക്കെ. ഏതൊരു പരിപാടിയിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ടാക്സിക്കാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ അംബാസഡർ ആയിരുന്നു. അത് പരിപാടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അതറിയുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടാസ്കുകളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഈ വണ്ടികൾ, ഈ അംബാസഡർ കാറ് ഏറ്റവും മികച്ച ടാക്സി കാറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ലോക നിലവാരത്തിലൊരു വാഹനം കൂടിയാണ് അംബാസഡർ. അപ്പോൾ എല്ലാ വാഹനങ്ങളും റാലിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റാലിയുടെ കാഴ്ചകൾ കാണാം. വാഹനങ്ങൾ ഇങ്ങനെ റോട്ടിൽ നിരന്ന് രാജാക്കന്മാരെ പോലെ നിന്നിങ്ങനെ പോകുന്ന കാഴ്ച നമുക്ക് എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ റാലി. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ക്ലബ് കേരള സംഘടിപ്പിച്ച ഫ്രീഡം ഡ്രൈവ് എന്ന പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത്. വളരെ വിപുലമായൊരു പ്രോഗ്രാമായിരുന്നു. കാർ ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നായാലും വളരെ നല്ലൊരു പങ്കാളിത്തമുണ്ടായിരുന്നു പരിപാടിക്ക്. ഒരു ഗംഭീരമായ റാലി കണ്ടു, പലതരത്തിലുള്ള വാഹനങ്ങൾ കണ്ടു. നമ്മൾ അതിൻ്റെ 1-2 ഓണേഴ്സിനെ പരിചയപ്പെട്ടു. കോണ്ടസ കാർ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവരുടെ പവലിയനിൽ വിൻറ്റേജ് കാർസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സ്പെയർ പാർട്സിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് എല്ലാം അവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പേരും നമ്മുടെ സ്വാതന്ത്ര്യദിനവും എല്ലാം കൂടെ ചേർന്ന് വളരെയധികം മനോഹരമായ ഒരു ദിവസം തന്നെ നമുക്കിന്ന് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.